ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം നോക്കാം. ഗോവർദ്ധനോദ്ധാരണത്തെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, ദേവേന്ദ്രൻ വളരെ കുപിതനായി മഴമേഘത്തെ വരുത്തി മഴ പെയ്യിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഭഗവാൻ ദേവേന്ദ്രൻ വൈരാഗ്യം തീർക്കാൻ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഗോകുലത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതിഭയങ്കരമായ നാദത്തോടുകൂടി മിന്നൽ പിണർ ശോഭ പരത്തി ശ്രീകൃഷ്ണൻ്റെ ശരീര സൗഭാഗ്യത്തോടു കൂടിയ കാർമേഘങ്ങൾ വന്ന് നിറഞ്ഞു. വലിയ ആലിപ്പഴം ഇടകലർന്ന് പെരുമഴ തകർത്ത് പെയ്യിച്ച് ഇന്ദ്രൻ ഗോകുലത്തെ വിഷമിപ്പിച്ചപ്പോൾ അവർ ഭഗവാനെ വിളിച്ച് അഭയം യാചിച്ചു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. നമ്മുടെ വംശത്തിൽ ഗോവർദ്ധനം കുലദൈവമാകയാൽ പർവ്വതശത്രുവായ ഇന്ദ്രൻ വരുത്തുന്ന ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഗോവർദ്ധനത്തെ ചുവടോടെ പറിച്ചെടുത്ത് ഇളക്കി പൊക്കിയ പർവ്വതത്തെ ഉയർത്തി തന്നെ പിടിച്ചു. വെള്ളം വരാത്ത മൃദുവും മണൽ നിറഞ്ഞതുമായ അതിൻ്റെ അടിഭാഗത്ത് ഭഗവാൻ ഗോക്കളെയും ഗോപന്മാരെയും അവരുടെ സാധനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച് ഗോവർദ്ധനത്തെ ഒരു കുട പോലെ ചൂടി സുഖമായിട്ടങ്ങനെ നിന്നു. ഒരു കൈകൊണ്ട് പർവ്വതം പൊക്കിപ്പിടിച്ച് ഗോപികാബാലികമാരോടും ഗോപന്മാരോടും ചേർന്ന് പുഞ്ചിരിച്ച് നേരം കളയുന്ന ക്രീഡയിൽ തന്നെ തൽപരനായ ഭഗവാൻ മറ്റേ കൈകൊണ്ട് അടുത്തു വന്ന പശുക്കളെ ചൊറിഞ്ഞുകൊണ്ടുമിരുന്നു. വലിയ ഗോവർദ്ധന പർവ്വതം വളരെ ലാഘവത്തോടെ ഇടതു കൈയിലേറ്റി വളരെ നേരമായി കൃഷ്ണൻ പൊക്കിപ്പിടിച്ചു നിൽക്കുന്നു. ഗോപന്മാർക്ക് ആകെ സംശയമായി. ഇത് പർവ്വതത്തിൻ്റെ ബലമാണോ? അങ്ങനെ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. ദേവേന്ദ്രനാകട്ടെ, ഇവൻ്റെ ധിക്കാരം അത്ഭുതം തന്നെ. ഇവൻ കൈ വേദനിക്കുമ്പോൾ പർവ്വതം താഴെ വയ്ക്കും എന്ന് ഭഗവാനെ അവജ്ഞയോടുകൂടി ഇന്ദ്രൻ ഒരാഴ്ച കഠിനമായ മഴ തുടർന്നു. നിന്ന സ്ഥലത്ത് നിന്ന് ഒരടി മാറാതെ ഒരു പർവ്വതം പോലെ ഭഗവാൻ നിൽക്കുകയും വെള്ളം വാർന്നുപോയ മേഘസമൂഹത്തെ കാറ്റടിച്ച് ഇല്ലാതെയാക്കുകയും ചെയ്തപ്പോൾ ബാലകനായ അങ്ങ് വിഷ്ണുവാണോ എന്ന് ഇന്ദ്രൻ ചിന്തിക്കാൻ തുടങ്ങി. എത്ര മഴ പെയ്യിച്ചിട്ടും ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ മഴ നിർത്തി. പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഗോപന്മാരും ഗോക്കളും വെളിയിലിറങ്ങി. ഭഗവാൻ പർവ്വതം താഴെ വെച്ചപ്പോൾ എല്ലാവരും ഭഗവാനെ ആശ്ലേഷിച്ചു. പണ്ട് വരാഹാവതാരത്തിൽ ഭൂമി ഉയർത്തിയ ഭഗവാന് ഒരു പർവ്വതം ഉയർത്താനാണോ പണി? ഒന്നുമില്ല, അതെത്രയോ നിസ്സാരം. ഇങ്ങനെ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ രോഗം മാറ്റി എന്നെ അനുഗ്രഹിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഈ ദശകം ഭട്ടതിരിപ്പാട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 63 ഗോവർദ്ധനോദ്ധാരണം. ശ്ലോകം 1. ദദൃശിരേ കില തത്ക്ഷണമക്ഷതസ്തനിതജൃംഭിതകമ്പിതദിക്തടാ സുഷമയാ ഭവദംഗതുലാം ഗദാ വ്രജപദോ പരിവാരിധരാസ്ത്വയാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കുമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ദദൃശിരേ കില തത് ക്ഷണം അക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തടാ സുഷമയാ ഭവത് അംഗതുലാം ഗതാ വ്രജപദോപരി വാരിധരാ സ്ത്വയാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം.
തക്ഷണം കില ഉടൻ തന്നെ, വ്രജപദോപരി അമ്പാടിയുടെ മുകളിൽ, അക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തട നിരന്തരമായ ഇടിമുഴക്കത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ഇളകുന്ന ദിഗന്ധങ്ങളോടു കൂടിയവയും, സുഷമയ ശോഭയുടെ വലിപ്പത്താൽ, ഭവദംഗതുലാം അങ്ങയുടെ ശരീരത്തിൻ്റെ തുല്യത, ഗത പ്രാപിച്ചവയുമായ, വാരിധര മേഘങ്ങൾ, ത്വയ അങ്ങയാൽ, ദദൃശിരേ കാണപ്പെട്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ദദൃശേ, ദ ദൃ എന്നൊക്കെ ദയയിലത്തേണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കില, തക്ഷണം, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അക്ഷത എന്നുള്ളതിൻ്റെ ക്ഷ എന്നും ഊന്നി പറയാനുള്ളതാണ്. അവിടെ ചെറിയ വരട്ടുണ്ട്, അടുത്ത ലൈനും ചേർത്തിട്ട് ചൊല്ലാനുള്ളതാണ്. സ്തനിത ജൃംഭിത, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കമ്പിത ദിക്തട നീട്ടിയിട്ട് വിസർഗം. സുഷമയാ ഭവദംഗതുലാം, ഭവത് അംഗതുലാം ചേർത്തിട്ട് ഭവദംഗതുലാം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗത വ്രജപദോപരി വാരിധരാസ്ത്വയ, വാരിധരാസ്ത്വയ ചേർത്തിട്ട് വാരിധരാസ്ത്വയ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദദൃശിരേ കില തക്ഷണമക്ഷതസ്തനിത ജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാം ഗത വ്രജപദോപരി വാരിധരാസ്ത്വയ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. വിപുലകരകമിശ്രൈസ്തോയധാരാനിപാതൈർദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാന്ന പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വന്മാ ബിഭീതേത്യഭാണി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. വിപുല കരക മിശ്രൈ സ്തോയധാര നിപാതൈർ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിത ഹരികൃതാത് ന പാഹി പാഹീതി തേഷാം വചനം അജിത ശൃണ്വൻ മാ ബിഭീതേത്യഭാണി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിപുല കരക മിശ്രൈ വലിയ ആലിപ്പഴങ്ങളോടു കൂടിയ, തോയധാര നിപാതൈ ജലവർഷപാതത്താൽ, പശുപാനാം ഗോപന്മാരുടെ, മണ്ഡലേ സമൂഹം, ദിശി ദിശി ദിക്കുകൾ തോറും, ദണ്ഡ്യമാനെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, തേഷാം ആ ഗോപന്മാരുടെ, കുപിതഹരികൃതാത് കോപിച്ച ഇന്ദ്രനാൽ ചെയ്യപ്പെട്ട മഴയിൽ നിന്ന്, ന ഞങ്ങളെ, പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും, ഇതി എന്നിങ്ങനെയുള്ള വചനം വാക്കുകൾ, ശൃണ്വൻ കേട്ടവനായ, അജിത ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്ത ഭഗവാനെ, മാ ബിഭീത ഭയപ്പെടരുത്, ഇതി എന്ന് അഭാണി പറഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്നു നോക്കാം. വിപുല കരക മിശ്രൈ സ്തോയധാര, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിപാതൈർ ദിശി ദിശി അത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്, അവിടെ ചെറിയ വര ഇട്ടിട്ടുണ്ട്. ദിശി ദിശി ചേർത്ത് ചൊല്ലുമ്പം ഫസ്റ്റിലുള്ള ദിശി എന്നുള്ളത് ഡബിളായിട്ട് ചൊല്ലണം. ദിശി ദിശി പശുപാനാം മണ്ഡലേ, ണ ഡ എന്നാണ്, മണ്ഡലേ ഒട്ടും ഊന്നണ്ട, അത് ദണ്ഡ്യമാനേ ഇവിടെ അതുപോലെ തന്നെയാണ്. ദ എന്നുള്ളത് ദയലത്തെ, ഇണ്ട്യ എന്നുള്ള ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. കുപിത ഹരികൃതാത് ന പാഹി പാഹീതി തേഷാം വചനം, ച എന്നാണ്, അജിത രണ്ടാമത്തെ വാക്ക്, അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ളതാണ്. വചനമജിത ഫസ്റ്റിലത്തെ ച എന്നാണ്, അജിത എന്നുള്ളതിൻ്റെ ജ എന്നാണ്. ശൃണ്വൻ ണ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മാ ബിഭീതേതി അഭാണി അവിടെ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം, നീട്ടിയിട്ട് വിസർഗം. ബിഭീതേത്യഭാണി, ഭീ എന്നുള്ള ബി എന്നുള്ള അക്ഷരം മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അടുത്തത് ഭീ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. അഭാണി എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്.
വിപുലകരകമിശ്രൈസ്തോയധാരാ നിപാതൈർദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാന്ന പാഹി പാഹീതി തേഷാം വചനമജിതശൃണ്വന്മാ ബിഭീതേത്യഭാണീ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.